ഹായ് ഡിയേഴ്സ്, ഒരു മിനിറ്റ് കൊണ്ട് 4 മാർക്ക് വാങ്ങിയാലോ? നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ടു കോമ്പൗണ്ട്സ് ആർ ഗിവൺ ബിലോ, ഡ്രോ ദെയർ സ്ട്രക്ചേഴ്സ്. അതായത് രണ്ട് മോളിക്കുലാർ ഫോർമുല, അതായത് രണ്ട് കോമ്പൗണ്ടിന്റെ രണ്ട് മോളിക്കുലാർ ഫോർമുല തന്നിട്ടുണ്ട്. അതിന്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. രണ്ട് കോമ്പൗണ്ട്സിൽ ഫസ്റ്റ് കോമ്പൗണ്ട് C6H5OH, സെക്കൻഡ് കോമ്പൗണ്ട് C6H5COOH. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം C6H5OH എന്ന് പറയുന്നത് ഫിനോൾ ആണ്. ഓക്കെ, ഫിനോൾ. രണ്ടാമത്തേത് C6H5COOH എന്ന് പറയുന്നത് ബെൻസോയിക് ആസിഡ് ആണ്. ബെൻസോയിക് ആസിഡ്. ഓക്കെ, സോ ഇവർ രണ്ടുപേരും അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ് അല്ലേ? സോ ഇത് രണ്ടും ബെൻസീൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് നമുക്കറിയാം. സോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെൻസീനിൽ നിന്നും ഒരു ഹൈഡ്രജൻ കളഞ്ഞിട്ട് OH ഗ്രൂപ്പ് വെച്ചാൽ അതിനെ ഫിനോൾ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ബെൻസീനിലെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് COH അല്ലെ കാർബോക്സിൽ ഗ്രൂപ്പ് വെച്ചാൽ അതിനെ ബെൻസോയിക് ആസിഡ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാം. ഫസ്റ്റ് നമുക്ക് ഫിനോളിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഫിനോളിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ബെൻസീൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക. ഓക്കെ, ഇവിടെ ഒരു ഹൈഡ്രജൻ മാറ്റി ഇവിടെ OH വരിക. ഓക്കെ, ഇതാണ് ഫിനോളിൻ്റെ സ്ട്രക്ചർ. നെക്സ്റ്റ് ബെൻസോയിക് ആസിഡിൻ്റെ സ്ട്രക്ചർ ആണെങ്കിൽ ബെൻസീൻ വരയ്ക്കുക. ഇവിടെ COOH, അതായത് ഇവിടുത്തെ ഹൈഡ്രജൻ ചേഞ്ച് ചെയ്തിട്ട് ബെൻസീൻ്റെ ഹൈഡ്രജൻ ചേഞ്ച് ചെയ്തിട്ട് COOH വരികയാണെങ്കിൽ അത് ബെൻസോയിക് ആസിഡ് ആണ്. OH വരികയാണെങ്കിൽ അത് ഫിനോൾ ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ?